guys, welcome back to Talks. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് റീഅറേഞ്ച് ദ സെന്റൻസ് ചാലഞ്ച്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ചാലഞ്ചിന്റെ റൂൾസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു സെന്റൻസ് തരും. ആ സെന്റൻസിലെ വേർഡ്സ് എല്ലാം റീഅറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ലൈക്ക് അത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വെക്കണം, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് ഇന്നത്തെ ചലഞ്ച്. സോ എന്നും പറയുന്ന പോലെയല്ല, ഇന്ന് ജയിക്കുന്ന ആൾക്ക് ഒരു സർപ്രൈസ് ഫുഡ്. സർപ്രൈസ് വേണം, സർപ്രൈസ് ആയിരിക്കണം. അതിപ്പോ കാണിക്കണം, ഫുഡ് കാണിക്കണം. ഫുഡ് എനിക്ക് കാണിക്കണമല്ലോ. എനിക്ക് നേരത്തെ കളിയിൽ ചട്ടി വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്കും കൂടെ വിശ്വാസമാകാൻ വേണ്ടിയിട്ട് ഇന്ന് ജയിക്കുന്ന ആൾക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഗിഫ്റ്റ് പോകട്ടെ. സോ ഗൈസ്, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ്. ബ്രോക്ക് ഇഷ്ടപ്പെട്ടോ? ബ്രോക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ജയിച്ചാൽ ഇന്ന് തരുന്നതായിരിക്കും. എന്തോ ഇത് ഇതിന്റെ അമ്മോ, ഒരു ഫുള്ള് കൂടി നിർത്തി പൊടിച്ചാടി. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇതങ്ങ് പോട്ടെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടൺ എല്ലാം ഇനേബിൾ ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബോർഡും കാര്യങ്ങളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് നമുക്കിങ്ങനെ തുടങ്ങിയാലെങ്കിൽ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. സോ ഗൈസ്, ഇപ്പൊ ക്രൂ നമുക്ക് സെന്റൻസ് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. പക്ഷെ 1 minute ടൈമിനുള്ളിൽ അത് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. ടോട്ടലി 1 minute ടൈമേ ഉള്ളൂ. 1 minute 1 minute ടൈമിൽ റീഅറേഞ്ച് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് ക്രൂ. Eat everything to I tend emotional when I'm. Your time starts now. 3, 2, 1. Pen down. Okay, ഓരോരുത്തരെ വായിക്കോ. ബ്രോ വായിച്ചോ. എത്ര തുടങ്ങിക്കോ. I tend to eat everything when I am emotional. Okay, അടുത്ത്. When I am emotional, I eat everything to tend. ഞാൻ മറ്റേ ടെൻഡ് എന്നാണ് ഉദ്ദേശിച്ചത്. I tend to eat everything when I am emotional. ഞാൻ ഉദ്ദേശിച്ച ടെൻഡ് പറയാമോ, മറ്റേ ടെൻഡാ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഗെയിം കഴിഞ്ഞപ്പോൾ ജക്ടമേമിക്ക് 1 point ആൻഡ് എഡിൻ ബിസിബിക്ക് 1 point, എനിക്ക് 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ. A food best is friend true. Your time starts now. കഴിഞ്ഞോ? 3, start. കഴിഞ്ഞു. ബാബാ 3. A best friend is true food. ബെസ്റ്റ് ഫുഡ് ഈസ് എ ട്രൂ ഫ്രണ്ട്. അടുത്ത്. Best food is a true friend. എ ട്രൂ ഫ്രണ്ട് ഈസ് എ ബെസ്റ്റ് ഫുഡ് എന്നാണ്. അല്ല. പിന്നെ Food is a true best friend. ഫുഡ് ഈസ് എ ട്രൂ ബെസ്റ്റ് ഫ്രണ്ട്. Sure. A best friend is a true friend food. ഗൈസ്, നമ്മൾ പറയുന്ന സെന്റൻസ് ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ കറക്റ്റ് അതേപോലെ തന്നെ അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്രൂവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ മാർക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ, 3, 2, 1 പോരട്ടെ. നെക്സ്റ്റ് കോഴി നമ്മളെ വരാൻ പോണത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Me bribe price with you can. Time starts now. കഴിഞ്ഞ Okay. 3, കഴിഞ്ഞ ഗൈസ്. Okay. Comment. യു ക്യാൻ ബ്രൈബ് പ്രൈസ് വിത്ത് മീ. എന്താ? എത്ര തെറ്റ്? You can bribe me with fries. You can bribe fries with me. എത്രത്തെ? You can bribe me with അതന്നെ, You can bribe മീ വിത്ത് ഫ്രൈസ്. എന്താ ഇതല്ല കോമന്റ്. സോ ഗൈസ്, അപ്പോൾ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ 2 point 1 point മോട്ട. ആർക്കാ നിങ്ങൾക്ക് വാങ്ങിക്കാണല്ലേ? എനിക്ക് മോട്ട. നെക്സ്റ്റ് വൺ. food is Easy അല്ലേ? always the answer. ഈ ലൈൻ കറക്റ്റ് ആയിട്ട് എഴുത്. Always answer. കഴിഞ്ഞോ? കഴിഞ്ഞു. The answer is always food. Next comment. ഓൾവേസ് ദ ആൻസർ ഈസ് ഫുഡ്. Food is always the answer. ഏതാ?
അതെനിക്ക് ഇവൻ പ്രത്യേകം പറഞ്ഞത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതണേ. എനിക്ക് ആദ്യമേ കത്തിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നില്ല കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് ക്രൂവിന്റെ അടുത്ത നമ്പർ ഇത് ചെയ്യണേ. ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിന്റെ ഉത്തരം വന്നിരിക്കുന്നത്. ഫുഡ് ഈസ് ഓൾവേസ് ദ ആൻസർ. ഞാൻ അത് തന്നെ തിരുത്തി എഴുതിയത്. ഓൾവേസ് ദ ആൻസർ ഈസ് ഫുഡ്. സാരില്ല, 3 പോയിന്റ് അല്ലേ? കോഴിന്ന് കണ്ടുമ്പോഴത്തേക്കല്ല എവിടെന്നോ ഇല്ലാത്ത ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് 5th റൗണ്ടിലേക്ക് പോരട്ടെ. ക്വസ്റ്റ്യൻ The sandwich my dog ate. Again, timer starts now. 48 seconds il തീർത്തിരിക്കുന്നു. ഹെൽപ്പ് വേണോ? ഹെൽപ്പ് വേണേ തരാം കേട്ടോ. ഹെൽപ്പ് വേണോ? ഞാൻ പറഞ്ഞുതരാം. സാൻഡ്വിച്ച് 8 മൈ ഡോഗ് കഴിഞ്ഞു. സാൻഡ്വിച്ച് 8 ദ ഡോഗ് അല്ല ഞാൻ പറയാം. ദ ഡോഗ് എയ്റ്റ് മൈ സാൻഡ്വിച്ച് അഗെയിൻ. ബ്രോ വായിച്ചോ. മൈ ഡോഗാ അല്ല, again my dog ate the sandwich. മൈ ഡോഗ് എയ്റ്റ് ദ സാൻഡ്വിച്ച് അഗെയിൻ. മൈ ഡോഗ് എന്നായിരുന്നല്ലേ? ഞാൻ ആദ്യം ചോദിച്ചോ ഇതൊക്കെ ഞാൻ ആദ്യം ചോദിച്ചോ. മൈ ഡോഗ് എയ്റ്റ് ദ സാൻഡ്വിച്ച് അഗെയിൻ. എന്നിട്ട് ഞാൻ പെട്ടിട്ട് ദ ഡോഗ് എയ്റ്റ് മൈ സാൻഡ്വിച്ച് അഗെയിൻ. തേങ്ങ. ഞാനിപ്പോ എന്തിനാ മത്സരിക്കണേ? ബ്രോ ഇതെന്റെ പേര്. സോ ഗൈസ്, എത്രയാണ് പോയിന്റ് ചെയ്യാൻ? അത് എവിടെ തന്നെ ഉണ്ടല്ലോ. 1 2 3 4 പോയിന്റ്. 4 ഉള്ളോ? ഇവിടെ മുട്ടയാ. എത്രയാ? അവിടെ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. Favorite is my activity eating weekend. 44 സെക്കൻഡിൽ തീർത്തിരിക്കുന്നു. ബ്രോ നിന്നെ നോക്കണേ. ഞാൻ നോക്കി അല്ലേ എഴുതി കഴിഞ്ഞതാ. ബ്രോ ഞാൻ എഴുതി വെച്ചാണ് എന്തിനാ നോക്കണേ? അയ്യോ സോറി, കളഞ്ഞു. അപ്പൊ എന്തേലും ഉത്തരം ആരാ പറയണേ? മൈ ഫേവറേറ്റ് വീക്കെൻഡ് ആക്ടിവിറ്റി ഈസ് ഈറ്റിംഗ്. താങ്ക് യു. മൈ ഫേവറേറ്റ് വീക്കെൻഡ് ആക്ടിവിറ്റി ഈസ് ഈറ്റിംഗ്. ഓക്കെ. My favorite weekend activity is eating. ഓക്കെ. Correct answer ഞാൻ പറഞ്ഞുതരാം. Eating is my favorite weekend activity. ഓ അങ്ങനെ ചെയ്യായിരുന്നു അല്ലേ? ഇതായാലും കറക്റ്റ് ഇതാണ്. ആണോ? നമ്മളെല്ലാം എഴുതിയതും കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ അവിടെ വരുന്ന പോലെ വരണം. മൈ ഫേവറേറ്റ് വീക്കെൻഡ് ആക്ടിവിറ്റി ഈസ് ഈറ്റിംഗ്. ഈറ്റിംഗ് ഈസ് മൈ ഫേവറേറ്റ് വീക്കെൻഡ് ആക്ടിവിറ്റി. ഓ അത് കറക്റ്റ്. അതാ കുറച്ചുകൂടെ കറക്റ്റ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായാലും 6 റൗണ്ടിൽ നിന്ന് ഞാൻ മുട്ടയാണ് നേടിയിരിക്കുന്നത്. മുട്ട ഉണ്ട് അതിൻ്റെ ഉള്ള ഞാൻ തരാം. ഇതിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. Trouble in get to likely more and hungry when. നേരെ തിരിച്ചായിരുന്നു. ഇപ്പോഴാണല്ലോ ഓർമ്മ വന്നത്. എഴുതി കഴിഞ്ഞപ്പോഴല്ലോ. When I am in trouble, likely to get more hungry. അത് നേരെ തിരിച്ചായിരുന്നു തോന്നുന്നു. ലൈക്ലി ടു ഗെറ്റ് മോർ ഹംഗ്രി വെൻ ഐ ആം ഇൻ ട്രബിൾ. അങ്ങനെയാണോ? രണ്ടുമല്ലോ. താങ്ക് യു. വെൻ ഐ ആം എന്താണ് ചോദിച്ചത്? വെൻ ഐ ആം ലൈറ്റ്ലി ഹംഗ്രി അങ്ങനെയല്ല. ആ ഗെറ്റ് ടു ട്രബിൾ അല്ല, ഇത് എഴുതി വെച്ചങ്ങനെ പറയണം. ഇത് ഫസ്റ്റ് ഇത് ഉണ്ടോ 1 ഇത് 2 ഞാൻ അങ്ങനെ വെച്ചേക്കണം. അല്ല അങ്ങനല്ല, ഇത് ആദ്യം എഴുതി വെച്ചത്. അത് ഞാൻ വെട്ടി എന്നിട്ട് ആദ്യത്തെ സെന്റൻസ് ആണ് 1 രണ്ടാമത്തെ സെന്റൻസ് ആണ് 2 ഞാൻ എഴുതിയിട്ടുണ്ട്. I get into trouble when I am likely hungry. Okay, bro. When I am angry to get in trouble likely more. ആംഗ്രി അല്ല, ഹംഗ്രി പറഞ്ഞേ. വിശപ്പ് ആംഗ്രി ഇത് വെച്ചാക്കുന്ന പന്നി. When I am hungry to get in trouble likely. ഇതെന്താ നീ വീണ്ടും വേറെ റീഅറേഞ്ച് ചെയ്യാൻ കറക്റ്റ് എങ്ങനെയായിരുന്നു ഉത്തരം? I am more likely to get in trouble when hungry. ടഫ് ആണേ. ഞാൻ ലൈറ്റ്ലി ലൈക്ലി എന്നല്ല ഞാൻ കേട്ടത്. ലൈറ്റ്ലി എന്ന് കേട്ടെ. ആണോ? ലൈറ്റ്ലി എന്ന് കേട്ടെ. ലൈക്ലി എന്നല്ലേ പറഞ്ഞേ? ലൈക്ലി എന്നല്ലേ പറഞ്ഞേ? Likely. ആ ഞാൻ ലൈക്ക് എന്ന് കേട്ടില്ല.
Next question. Reheated, therefore was just pizza, love, Love? time, pure. Time shut down. എത്ര കഴിഞ്ഞ 3, 2, 1 പെൻഡൗൺ. ബ്രോ ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ ഇനി. വേണ്ട. ഈ 1, 2 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കില്ല. അത് കറക്റ്റ് സെന്റൻസ് എഴുതണം. ഞാനത് കറക്റ്റാ. എനിക്ക് എന്തെങ്കിലും മാറ്റം ഒന്ന് പറഞ്ഞോ. Reheated pizza, therefore was just pure love. Reheated pizza. Therefore. Therefore. ഇല്ലല്ലോ ദായല്ലേ ദായ ഞാൻ തീർന്നു കേട്ടോ. ഇല്ലാത്തത് കേട്ടില്ല. അല്ല ഞാൻ എഴുതിയില്ല, എനിക്ക് കിട്ടിയില്ല. റീഹീറ്റഡ് ദ ഫോർത്ത് പിസ്സ വാസ് ജസ്റ്റ് അത് മറ്റേ തന്നെ എഴുതി. Reheat the fourth was എടി അത് pizza ക്വസ്റ്റ്യനാ, love. അത് ക്വസ്റ്റ്യനാ. നീ എഴുതിയില്ലേ? ഇല്ലെന്ന് എനിക്ക് കിട്ടിയില്ല. fourth reheated pizza was for pure time love. എന്താ 2 പ്രാവശ്യം ഫോർത്ത് ബ്രോ? ഇവിടെ ഫോർത്ത് ഇനി വേണ്ട. Correct എന്തായിരുന്നു? കറക്റ്റ് എന്താ? Reheated pizza for the fourth time was just pure love. ജസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ചോദിച്ചാ അടുത്ത ക്വസ്റ്റ്യൻ. Soon I don't if might I eat emotional and decision make. Time has judge now. Time over. Komba. Okay. Komba പറയുമോ ആദ്യം? ഞാൻ എഴുതി പാതി എഴുതിയുള്ളൂ. ഞാൻ എഴുതിയുള്ളൂ. ഐ മൈറ്റ് ഈറ്റ് ഇഫ് ഐ മേക്ക് ഇമോഷണൽ എന്നൊരു എഴുതിയുള്ളൂ. ബ്രോ എഴുതിയോ? I might make emotional decision if I don't eat food. Correct. If I don't eat soon, I might make an emotional decision. ഞാൻ കറക്റ്റാ, ഞാൻ മാറിയിരുന്നല്ലോ. I might make an emotional decision if I don't eat food. വേറൊരു കാര്യം പറയാം. ഇത് ആദ്യമേ ഒരു റൂള് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആദ്യം മുതൽ കറക്റ്റ് ആണെന്നുള്ളത്. അവസാനത്തെ അല്ലേ? ശരി ശരി. ഗൈസ് ആ പോയിന്റ്സ് നോക്കണേ. എത്രയും 5 അല്ല എനിക്ക് ആ 4 4 തന്നെയാണല്ലേ ഗൈസ്? 4 1 മുട്ട. മുട്ട മുട്ട എന്നാലും താളം വീണ്ടിന് ഒരു കുറവില്ല. ഞാൻ തന്നെ പറയും. അതെന്റെ ഡയലോഗ് പിള്ളേർ ഇതിൽ പറയുന്നത്. സോ ഗൈസ് അപ്പോ പോരട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ. 10th question ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അവനാണെങ്കിൽ അല്ലല്ലോ. അവനാണെങ്കിൽ കളിക്കത്തുമില്ല, അവന്റെ താളം വിടലിൽ ഒരു കുറവില്ല. സോ ഗൈസ് ക്വസ്റ്റ്യൻ പോട്ടെ. My during every louder meeting belly dance the growls team presentation. കഴിഞ്ഞ ഈ ക്രൂ രണ്ടാമത് പറയില്ല നീ. യെസ് ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് കിട്ടിയ ആൻസർ 10, 9, 8, 7, 6, 5. ലോക പൊട്ടത്തല്ലേ എഴുതിയിരിക്കുന്നത്. വായിക്കാം. 3, 2, 1. Dr. Mani. During every meeting, my belly growls louder than During the every presentation. team meeting. During every team meeting, my belly growls louder than the presentation. അപ്പൊ ഡാൻസ് അല്ലേ? വലിയ ഡാൻസ് അല്ലേ? Dancer. ബ്രോ മറ്റേ മറച്ചു വെച്ചൊക്കെ എഴുതിയതാണല്ലോ. During the belly dance presentation, every growls team might louder. Belly dance. ഡാൻസ് എന്ന് പറയുന്നത് Belly dance presentation. ഡാൻസ് അല്ല, ഡാൻ എന്നാണ് പറഞ്ഞത്. Dan എന്ന് പറഞ്ഞേ. ഞാൻ വിചാരിച്ച ഡാൻസ് എന്നാണ്. അവിടെ എന്താ വായിച്ചോക്കെ. ഡ്യൂറിങ് My meeting every louder presentation than grows the team belly. ബ്രോ പറഞ്ഞേ, ക്രൂ പറഞ്ഞേ. Dr. ആദ്യം പറഞ്ഞത് My belly growls. എഴുതണതിന് മുന്നേ നീ കറക്റ്റ് ആക്കില്ല. ഞാൻ കറക്റ്റ് ആക്കിയിട്ടൊന്നുമില്ല. നീ ആദ്യം വായിച്ചു. അല്ല ബ്രോ ഉത്തരം പറഞ്ഞാൽ കറക്റ്റ്, പക്ഷെ അവർക്ക് തെറ്റാ. നീ കറക്റ്റ് ഉത്തരം പറഞ്ഞ. ഉത്തരം പറഞ്ഞു. During every meeting, my belly growls louder than the team presentation. ടീം മാത്രം മാറിപ്പോയി. വെരി ബാഡ് ബ്രോ. അരമാർക്ക് കിട്ടൂ. അരമാർക്ക്. During അല്ല അത് നോക്കണ്ട. പഠിക്കാനാ ഇത്? പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണായിരുന്നു. അല്ല ഇപ്പഴല്ല പഠിക്കണ്ടേ. ഇപ്പൊ പഠിക്കാൻ ഇപ്പോഴേലും അത് പഠിക്കേ. ഇല്ല ഇല്ല ഇല്ല.
പഠിക്കാൻ വിട്ടോ പഠിച്ചില്ല BBA വരെ പഠിച്ചില്ല നീ ബ്രോ എനിക്കറിയില്ല ഡ്യൂറിംഗ് ബെല്ലി ഡാൻസ് പ്രസന്റേഷൻ ഞാൻ ഇതാണെന്ന് ചോദിച്ചപ്പോ ബെല്ലി ഡാൻസ് ബെല്ലി ഡാൻസ് ഞാൻ വലിയ ഡാൻസ് എന്ന് വിചാരിച്ചു ഡാൻസൊക്കെ ആയാലും വിചാരിക്കും വലിയ നിൽക്കുമ്പോ സോ ഗൈസ് അപ്പൊ എന്തായാലും നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം 11th ക്വസ്റ്റ്യൻ പോരട്ടെ I hungry and very അതോട് ടൈസൺ Sir, I am very sorry. ഇത്ര തരൂല ടൈം തന്നെ ഞാൻ എഴുതി കഴിഞ്ഞാ കഴിഞ്ഞ അയ്യോ എന്താടാ മനസ്സിലായല്ലോ പറഞ്ഞോ I am every angry. എവരെയല്ലടാ പെരിയാടാ അയാ വെരി അങ്ങനെ very angry. ആ നീ എവരെ അല്ലല്ല എവരിന്നല്ല ഇത് ഇവിടെ വന്നപ്പോ ഇല്ലല്ലേ നീ ഇവിടെ വായിക്കുകയും എഴുതുകയും ചെയ്തു പറയുകയും ചെയ്തു എടാ ഇത് BRY എന്നല്ല എഴുതിയിരിക്കുന്നേ ആണോ നീ അത് വായിച്ചപ്പോ അങ്ങനെ ആയിപ്പോയി ഇവൻ എവരി എന്നാണ് ഇവിടെ എഴുതി വെച്ചത് എവരിയാണോ വേറെയാണോ ഇല്ല ഇവൻ എവരി എന്ന് പറയും ചെയ്ത് ഇവിടെ എഴുതി വെച്ചത് ഇവിടെ എഴുതിയിരിക്കുന്ന നോക്ക് EVERY അത് വെറുതെ കുത്തി ഇതിപ്പോ വന്നതാന്ന് ആണോ ശരി നടക്കൂല അയ്യേ നീ പറഞ്ഞെന്താ ഇന്ന് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാ അതാ ഞാനും പറഞ്ഞുള്ളൂ അവൻ പറഞ്ഞത് എവരി എന്നാണ് തെറ്റാണ് അവൻ പറഞ്ഞത് എവരി എന്നാണ് ബ്രോ ഐ ആം വെരി ഹംഗ്രി അല്ല ഞാനും ഐ ആം വെരി ഹംഗ്രി അതല്ല കറക്റ്റ് കഴിഞ്ഞില്ലേ സോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ചലഞ്ച് എല്ലാം കഴിഞ്ഞപ്പോൾ എന്താ ജക്ടർ BCB ചിക്കൻ കരസാഗിരി എടുത്ത് നിർത്തിക്കളേ ബ്രോ റെഡിയാണോ ബ്രോ റെഡിയാണോ ബ്രോക്ക് ചിക്കൻ വേണോ നമ്മളിത് ഇവിടെ ഇരുന്നോ എവിടെ ഇവിടെ ഇതിലെന്തോ ബ്രോ കൈ നീട്ടി പിടി കണ്ണടക്കേ ബ്രോ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും സാധനം കയ്യിലുണ്ടാവും അയ്യടാ ബ്രോ കയ്യിൽ നിന്ന് പറയുന്നത് ചിക്കൻ എന്താണ് മറ്റാണ് ജീവനാണ് ആറ് തുടിന്റെ സാധനല്ലേ അയ്യോ അത് എന്തൊരു സോഫ്റ്റ് നോക്കിയത് കടിച്ചപ്പോ തന്നെ ഫുള്ള് പോകുന്നു എന്താ ഇതിന്റെ പേരെന്താ ക്രൂ ചിക്കൻ മലബാറി മലബാറി ഗ്രിൽഡ് ചിക്കൻ സ്പൈസി മലബാറി ഗ്രിൽഡ് ചിക്കൻ ബ്രോ ഹാപ്പി ആണോ ടേസ്റ്റ് എങ്ങനെയുണ്ട് കഴിക്കാം നല്ല സ്മെല്ല് അടിക്കുന്നത് ബ്രോയ്ക്ക് ഒന്നും ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ ഗൈസ് അപ്പോ സെക്കൻഡിനും തേർഡിനും ചിക്കൻ വിങ്സ് പഴം ബിസ്ക്കറ്റ് BCBക്ക് എന്തത് ചിക്കൻ വിങ്സാ വിങ്സ് ചെറവല് കൊടുത്തിട്ടുണ്ട് ആൻഡ് എനിക്ക് അതേ ഒരു പഴം ബിസ്ക്കറ്റ് കഴിക്ക് ബ്രോ കഴിക്ക് ഗൈസ് അപ്പോൾ എന്തായാലും ജക്ടർ മൈമി കഴിക്കട്ടെ. ഞാനപ്പോൾ ഒരു കാര്യം പറയാം ഗൈസ്, നമ്മളെ സോൺ ബ്രാൻഡ് ആയിട്ടുള്ള ഹൈവെക്സ് ടീഷർട്ട്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക്. ടീഷർട്ടിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ അതിനപ്പം തന്നെ റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും, നമ്മൾ റീമെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ, ലവ് യു.